ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണ്. പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തിളച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. 3 ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുവാണ്. പഞ്ചസാര ഏലക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ ബ്രെഡിൻ്റെ 4 ഭാഗമുള്ള ഡാർക്ക് കളർ കട്ട് ചെയ്ത് മാറ്റുമ്പോഴേക്കും നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗുലാബ് ജാമുൻ്റെ ഉൾസൈഡ് ഇങ്ങനെ ഉൾഭാഗം നമുക്ക് വൈറ്റ് കളർ കിട്ടും. 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ബ്രെഡെല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച ബ്രെഡ് കുഴയ്ക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ച ബ്രെഡെല്ലാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് നമ്മളിതിലേക്ക് 3 സ്പൂൺ മിൽക്ക് പൗഡർ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഗുലാബ് ജാമുനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടിയും ബ്രെഡും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് നമ്മളിതിലേക്ക് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്രെഡ് കുഴച്ചെടുക്കാനായിട്ട് പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ തിളപ്പിച്ചാറിയ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കുഴയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. പാൽ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ബ്രെഡ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എല്ലാ ഗുലാബ് ജാമുനും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് 2 കൈയുടെ ഉള്ളിലായിട്ട് വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഗുലാബ് ജാമുൻ എല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം അടുത്തായിട്ട് നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഗുലാബ് ജാമുൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഗുലാബ് ജാമുൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ പയ്യെ ഒന്ന് റോൾ ചെയ്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഗുലാബ് ജാമുൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. എല്ലാം ഇതുപോലെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രം നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ കളറിൽ ഫ്രൈ ആയി കിട്ടുള്ളൂ. ഗുലാബ് ജാമുനിൽ ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പയ്യെ തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഗുലാബ് ജാമുനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാലൻസ് ഗുലാബ് ജാമുൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പിൽ ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമ്മളത് കുതിർക്കാനായിട്ട് വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഉള്ളിലേറി നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഗുലാബ് ജാമുൻ റെസിപ്പി എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.